ശ്യാം ദേവരാജ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ശ്യാം ദേവരാജ്, എന്താണ് ആ വിധിയുടെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രിമിനൽ നടപടിക്ക് വിലക്കുണ്ടെന്ന് പറഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കാൻ കഴിയില്ല എന്നാണോ? അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ ഉള്ളടക്കം, അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അത് പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്, ഹൈക്കോടതി തുറന്ന കോടതിയിൽ പറഞ്ഞ കാര്യം, സിവിൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നിയമ തടസ്സങ്ങളില്ല. അതിന് പ്രെഡിക്കേറ്റ് ഒഫൻസ് ആവശ്യമില്ല, അതിന് ഷെഡ്യൂൾഡ് ഒഫൻസ് ആവശ്യമില്ല എന്നതാണ്. പക്ഷേ ഈ PMLA നിയമപ്രകാരം അത്തരം നടപടികൾ, ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനാണ് പ്രെഡിക്കേറ്റ് ഒഫൻസ് ആവശ്യമുള്ളത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഇതിന്റെ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സിവിൽ നടപടികൾ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഉദാഹരണമായി പറയാവുന്നത് സ്വത്ത് കണ്ടുകെട്ടലും ആ സ്വത്ത് കണ്ടുകെട്ടലിലേക്കുള്ള നടപടികൾ, അതിന്റെ അന്വേഷണവുമാണ്. അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഈ കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള അറസ്റ്റ്, അതായത് ക്രിമിനൽ നിയമ നടപടികൾക്ക് വിലക്കുണ്ട് എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ക്രിമിനൽ നിയമ നടപടിക്ക് വിലക്കുണ്ട് എന്നാണോ? ക്രിമിനൽ നിയമ നടപടികൾക്ക് വിലക്കുണ്ട്. അത് PMLA നിയമം അത്തരം കാര്യങ്ങൾ വിലക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് പ്രെഡിക്കേറ്റ് ഒരു മുൻകൂർ ഒഫൻസ് ഇല്ലെങ്കിൽ, ഒരു കുറ്റകൃത്യം ഇല്ലെങ്കിൽ, അത്തരം കേസുകളിൽ EDക്ക് പ്രാഥമിക അന്വേഷണമാവാം, ഒരു സിവിൽ അന്വേഷണമാവാം, അതുമായി ബന്ധപ്പെട്ട സ്വത്തുകൾ കണ്ടുകെട്ടാം. പക്ഷേ ആ ഒരു കുറ്റകൃത്യം ഉള്ളതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്കോ ക്രിമിനൽ നടപടികളിലേക്കോ പോകാൻ കഴിയില്ല. അങ്ങനെയാ എന്ന് വെച്ചാൽ ഈ കേസിൽ അന്വേഷണം നടത്താം, സ്വത്തുകൾ കണ്ടുകെട്ടാം, ബാക്കി അന്വേഷണം നടത്താം, പക്ഷേ അറസ്റ്റ് കഴിയില്ല എന്നാണോ? അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺ. ഹൈക്കോടതി അതിന്റെ വിധിയിൽ ഓപ്പറേറ്റീവ് പോർഷനിൽ വ്യക്തത വരുത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. PMLA നിയമം അനുസരിച്ച്, കള്ളപ്പണം തടയുന്ന നിരോധന നിയമം അനുസരിച്ച് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചത് തന്നെയാണ്, സിവിൽ നടപടികളുമായി EDക്ക് മുന്നോട്ട് പോകാം. അതായത് സ്വത്ത് കണ്ടുകെട്ടലും അതിലേക്കുള്ള അന്വേഷണവും അടക്കമുള്ള കാര്യങ്ങളുമായി EDക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ക്രിമിനൽ നടപടികൾക്ക് PMLA നിയമപ്രകാരം പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലെങ്കിൽ അതിന് വിലക്കുണ്ട് എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തത വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് പോലെയുള്ള ഈ ക്രിമിനൽ നടപടികളുടെ ഭാഗമാണ് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിലേക്ക് പോകാനാവില്ല. അത്തരം കാര്യങ്ങളിലേക്ക് EDക്ക് പോകുന്നതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിന്റെ ഉത്തരവിൽ വിലക്ക് അല്ലെങ്കിൽ വ്യക്തത വരുത്തുന്നത്, അതിന് അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ EDക്ക് വിലക്കുണ്ട് എന്ന കാര്യമാണ്. ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന ഒരു കുറ്റകൃത്യം ആവശ്യമില്ല. അതായത് സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന പ്രെഡിക്കേറ്റഡ് ഒഫൻസ്, അങ്ങനെയാണെങ്കിൽ ശ്യാം, ഇതൊരു സാങ്കേതികമായ വിധി മാത്രമാണോ? നമ്മൾ ഈ ഘട്ടത്തിൽ അതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിലായിട്ടുള്ളൊരു അന്വേഷണം മാത്രമാണ്. CMRൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്നത്, ക്രിമിനൽ നടപടിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ പാടില്ല, പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം നടത്താനാകൂ എന്ന കാര്യം മാത്രമായിരുന്നു. സിവിൽ അന്വേഷണം നടത്താം എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു രീതിയിലുള്ള അന്വേഷണവും പാടില്ല എന്ന് CMRൽ ഒരു വാദമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു കാര്യം, അതിൽ ഒരു ഭാഗികമായി ഹൈക്കോടതി അത് ശരിവെക്കുന്നുണ്ട്. ക്രിമിനൽ അന്വേഷണം പാടില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. പക്ഷേ സിവിൽ തലത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അതിൽ ഈ സ്വത്ത് കണ്ടുകെട്ടലോ അല്ലെങ്കിൽ അതുമായി സ്വത്ത് കണ്ടുകെട്ടലിലേക്ക് നയിക്കുന്ന മറ്റു രീതിയിലുള്ള അന്വേഷണമോ ആകാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി സെക്ഷൻ 3 അനുസരിച്ച് പീനൽ പ്രോസിക്യൂഷന് വേണ്ടി മാത്രമേ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. സിവിൽ ആക്ഷൻ ആവശ്യമില്ല, അറ്റാച്ച്മെന്റിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് പരമാവധി ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലെങ്കിൽ നിലവിൽ PMLA ആക്ട് പ്രകാരം ഒരു സിവിൽ നടപടി മാത്രമേ പാടുള്ളൂ. അതായത് സ്വത്തുകൾ കണ്ടുകെട്ടുക, മൊഴിയെടുക്കുക, ഇത്തരം കാര്യങ്ങൾ മാത്രമേ നടക്കൂ. ഒരു പീനൽ പ്രോസിക്യൂഷനിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ സെക്ഷൻ 3 അനുസരിച്ച് ഒരു പീനൽ പ്രോസിക്യൂഷന് മാത്രമേ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആവശ്യമായിട്ടുള്ളൂ. ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ അന്വേഷണം റദ്ദു ചെയ്യണം എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ CMRന്റെ ആവശ്യം. അതിനെ സാങ്കേതികമായി കോടതി വിശദീകരിക്കുന്നത്, നിലവിൽ PMLA പ്രകാരം സെക്ഷൻ 3 പ്രകാരം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആവശ്യമാണ് എപ്പോൾ ഒരു പീനൽ പ്രോസിക്യൂഷനിലേക്ക് നടന്നാൽ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആവശ്യമുള്ളത്. എന്നാൽ ഫോർ സിവിൽ ഏവിയേഷൻ ഓഫ് അറ്റാച്ച്മെന്റ് അണ്ടർ സെക്ഷൻ 5 ഓർ ദി എക്സർസൈസ് ഓഫ് എൻക്വയറി പവർ അണ്ടർ സെക്ഷൻ 15 PMLA പ്രകാരം സെക്ഷൻ 15 സെക്ഷൻ 5 അനുസരിച്ച് സിവിൽ
നടപടികളിലേക്ക് കടക്കുന്നതിന് ഇഡിക്ക് തടസ്സമില്ല, അതിനൊരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആവശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനോ മൊഴിയെടുക്കുന്നതിനോ തടസ്സമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ വിധി അനുസരിച്ച്. ഇതാണ് വിധിയുടെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. ജഡ്ജ്മെന്റിന്റെ ഭാഗം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വ്യക്തമായതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എത്താം.